Hello children, welcome to Kids Area Online. എക്സാമിന് വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം ക്ലാസ്സിലേക്ക് പോയാലോ? പോകാം അല്ലേ? ഓക്കെ. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമാറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്, ഇൻ്റഗ്രേഷൻ ക്ലാസ്സസ് ആണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര വാഹനങ്ങൾ, താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കൂ. താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കൂ. ഏതൊക്കെ വാഹനങ്ങളാണ് ഉള്ളേ? മണ്ണുമാന്തി, ബസ്, കാർ, റോഡ് റോളർ, ലോറി, സൈക്കിൾ, ടെമ്പോ, മോട്ടോർ സൈക്കിൾ. ഇങ്ങനെ ദാ ഇവിടെ 8 വാഹനങ്ങളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. മണ്ണുമാന്തിയും ബസ്സും ഒരേ ഉപയോഗത്തിനാണോ? ഒരേ ഉപയോഗത്തിനാണോ? സൈക്കിളും ടെമ്പോയും ഒരേ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്? മോട്ടോർ സൈക്കിളും റോഡ് റോളറും ഒരേ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്? അല്ല. റോഡ് റോളറും ലോറിയോ ഒരേ ആവശ്യമാണോ? അല്ല. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കാണ് ഈ വണ്ടികൾ ഉപയോഗിക്കുന്നത് അല്ലേ, ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ബസ്, കാർ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്താണ്? യാത്ര ചെയ്യുക, യാത്ര ചെയ്യാൻ. ഒന്നാമത്തെ ഉപയോഗം യാത്ര ചെയ്യാൻ. യാത്ര ചെയ്യാൻ ഇവിടെ ഏതൊക്കെ വാഹനങ്ങൾ വേണം? ബസ്, കാർ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ. റോഡ് റോളർ നമ്മൾ യാത്ര ചെയ്യോ? ഇല്ല, അതൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലേ. അടുത്ത് യാത്ര ചെയ്യാനുള്ള വണ്ടികൾ വാഹനങ്ങൾ നമ്മൾ നോക്കി. ജോലി ചെയ്യാൻ ഏതൊക്കെ വാഹനങ്ങൾ വേണം? മണ്ണുമാന്തി എന്ത് ചെയ്യാം? മണ്ണ് മാന്താൻ വേണ്ടി വേണം അല്ലേ. റോഡ് റോളറും ജോലി ചെയ്യാനാണ് വേണ്ടത്. ജോലി ചെയ്യാൻ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും വാഹനങ്ങൾ ഇവിടെ ഉണ്ടോ? ജോലി ചെയ്യാൻ വേണ്ട വാഹനങ്ങൾ ഇല്ല. ജോലി ചെയ്യാൻ ഏതൊക്കെ വാഹനങ്ങൾ വേണം? ഇതിൽ ഏതൊക്കെ വാഹനങ്ങൾ വേണം? മണ്ണുമാന്തി, റോഡ് റോളർ ജോലി ചെയ്യാനാണ്. അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏതൊക്കെ വാഹനങ്ങൾ വേണം? ലോറി, ടെമ്പോ. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏതൊക്കെ വാഹനങ്ങൾ വേണം? ലോറി, ടെമ്പോ. അപ്പോൾ 3 ഉപയോഗങ്ങൾ ടീച്ചറോടെ പറഞ്ഞു. ഏതൊക്കെയാ? യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു, ബസ്, കാർ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ. ആവശ്യങ്ങൾക്ക് ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. മണ്ണുമാന്തി, റോഡ് റോളർ, ഇതുപോലുള്ള വാഹനങ്ങൾ. അതുപോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ ഏത് വാഹനങ്ങളാ? ലോറി, ടെമ്പോ, ഇതുപോലുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാനായിട്ട് അറിയാലോ? അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. കല്ലുകൾ എത്ര? കല്ലിൻ കൂട്ടങ്ങൾ കൂട്ടി നോക്കി ആകെ എത്രയെന്ന് കണ്ടെത്തൂ. ഇവിടെ എത്ര കല്ലുണ്ട്? 1, 2, 3, 4, 5, 6, 7,
8 9 10 10 കല്ല് 10 സ്റ്റോൺസ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ 10 എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എത്ര കല്ലുകളുണ്ട് 1 2 3 4 5 6 7 8 9 10 ഇവിടെയും 10 കല്ലുണ്ട് എത്ര കല്ലുണ്ട് 10 അപ്പോൾ ആകെ എത്ര പത്തുകളുണ്ട് 2 പത്തുകളുണ്ട് അല്ലേ 2 tens 2 പത്തുകൾ 2 tens 2 പത്തുകൾ 2 tens 2 പത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ 10 10 20 20 ആകെ എത്രയാ 20 ഉത്തരം മനസ്സിലായല്ലോ അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട് കല്ലിൻ കൂട്ടങ്ങൾ എണ്ണി നോക്കാം ഇവിടെ എത്ര കല്ലിൻ കൂട്ടമുണ്ട് എണ്ണി നോക്കിയേ 1 2 3 4 5 6 7 8 9 10 ഇവിടെ 10 എഴുതി ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 ഇവിടെയും 10 കല്ലുകളുണ്ട് ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 ഇവിടെയും 10 കല്ല് ഇവിടെയോ 1 2 3 ഇവിടെ 3 കല്ലുകൾ അപ്പോൾ എത്ര 10 കല്ലുകളുണ്ട് 1 2 3 അപ്പോൾ എത്ര 10 ഉണ്ട് 3 പത്തുകൾ 3 ഒന്നുകൾ 3 tens 3 ones 3 പത്തുകൾ 3 ഒന്നുകൾ 3 tens എന്ന് പറഞ്ഞാൽ 30 30 3 പത്തുകൾ എന്ന് പറഞ്ഞാൽ 30 30 3 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 3 30 3 10 പ്ലസ് 10 പ്ലസ് 10 3 പത്തുകളും 3 കൂടി ചേർന്നാൽ 33 അടുത്ത ചോദ്യം നോക്കാം ഇവിടെ എത്ര കല്ലുകളുണ്ട് 10ന്റെ ഒരു കൂട്ടമുണ്ട് 10ന്റെ മറ്റൊരു കൂട്ടമുണ്ട് 10ന്റെ ഒരു കൂട്ടം കൂടെയുണ്ട് ഇവിടെയും 10ന്റെ ഒരു കൂട്ടമുണ്ട് ഇവിടെ 10ന്റെ കൂട്ടമാണോ അല്ല 4 ആണുള്ളത് അപ്പോൾ എത്ര പത്തുകളുണ്ട് 4 പത്തുകളും 4 ഒന്നുകളും 4 tens 4 ones 4 tens എന്ന് പറഞ്ഞാൽ എന്താ 40 4 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 4 4 ones 4 അപ്പോൾ 4 പത്തുകളും ഒരു 4 കൂടെ ചേർന്നാൽ 44 എത്രയാ 44 അപ്പോൾ ഇതുപോലെ പത്തുകളും ഒന്നുകളും വന്നാൽ കൂട്ടി എഴുതാനായിട്ട് അറിയാലോ അറിയാം വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്ര അപ്പോൾ വലിയ കൂട്ടവും ചെറിയ കൂട്ടം അറിയണമെങ്കിൽ ആദ്യം 20 ആണ് എന്നിട്ട് 33 33 ആയിരുന്നു 44 44 ആയിരുന്നു ഇതിൽ വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്രയാ 44 ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ എത്രയാ 20 20 അപ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും അറിയാലോ അപ്പോൾ വലിയ കൂട്ടത്തിലെ കല്ലുകൾ ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ വലിയ കൂട്ടത്തിലെ കല്ലുകൾ 44 ഏറ്റവും വലിയ നമ്പർ ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ ഏറ്റവും ചെറിയ നമ്പർ 20 ഓക്കെ വരച്ച് യോജിപ്പിക്കാം ഇവിടെ ആരാളെ തത്ത അപ്പോൾ നമുക്ക് നോക്കാം കുലച്ച വാഴ കരയിൽ ആമ പറക്കുന്ന തത്ത പുഴയിൽ മീൻ ചാടുന്ന തവള എന്തൊക്കെയാ ഇവിടെ എഴുതിയിട്ടുള്ളേ കുലച്ച വാഴ കരയിൽ ആമ പറക്കുന്ന തത്ത പുഴയിൽ മീൻ ചാടുന്ന തവള നമുക്ക് നോക്കിയാലോ കുലച്ച വാഴ എവിടെയാ കുലച്ച വാഴ കുലച്ച വാഴ കരയിൽ ആമ എവിടെയാ കരയിൽ ആമ കരയിൽ ആമ ഇതുപോലെ ഈ വരച്ച് യോജിപ്പിക്കാനുണ്ടാകും നിങ്ങൾക്ക് വാക്യം നൽകിയിട്ടുണ്ടാകും അത് വായിച്ചിട്ട് ശരിയായ ചിത്രം യോജിപ്പിക്കണം പറക്കുന്ന തത്ത എവിടെയാണ് പറക്കുന്ന തത്ത പറക്കുന്ന തത്ത പുഴയിൽ മീൻ പുഴയിൽ മീൻ പുഴയിൽ മീൻ ചാടുന്ന തവള ചാടുന്ന തവള ഏതാണ് ഈ ചിത്രമാണ് അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കാം അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് അതുമായി യോജിച്ച ചിത്രം വരച്ച് യോജിപ്പിക്കുക കുലച്ച വാഴ ഇവിടെ ചിത്രമുണ്ട് വരച്ച് യോജിപ്പിച്ചു കരയിൽ ആമ ഇവിടെ കരയിൽ ആമ ഇരിപ്പുണ്ട് ഇതായിരുന്നു വരച്ച് യോജിപ്പിക്കേണ്ട ചിത്രം വരച്ച് യോജിപ്പിച്ചു അങ്ങനെ വായിച്ചിട്ട് വരച്ച് യോജിപ്പിക്കണം ചിത്രവുമായി വരച്ച് യോജിപ്പിക്കണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ അറിയാലോ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹായ് പലഹാരം അലമാരയിൽ പലഹാരം പല പല പലഹാരം അട വട ലഡു ജിലേബി കുട്ടൻ വന്നു അലമാര തുറന്നു വട തിന്നു ഹായ് നല്ല രുചി ഇനി ചിത്രം നോക്കിയിട്ട് അതിന് അനുയോജ്യമായി വരിയെടുത്ത് എഴുതാവോ
ഇതെന്താണ്? അലമാരയിൽ പലഹാരം. ഇവിടെ എന്താ എഴുതാനുള്ളേ? ചിത്രം നോക്കി അതിന് യോജിച്ച വരി എടുത്ത് എഴുതാനുള്ളതാണേ. അലമാരയിൽ പലഹാരം. ഇവിടെ എന്താ ചെയ്യുന്നേ? അലമാര തുറന്നു. കുട്ടൻ വന്നു, അലമാര തുറന്നു. ഇവിടെ എന്താ ചെയ്തേ? വട തിന്നു. വട തിന്നു. അലമാരയിലെ പലഹാരങ്ങളുടെ പേരെഴുതാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അലമാരയിൽ ഏതൊക്കെ പലഹാരങ്ങളുണ്ട്? അട, വട, ലഡു, ജിലേബി. അട, വട, ലഡു, ജിലേബി. അപ്പോൾ ഈ നൽകിയിരിക്കുന്നത് വായിച്ച് ചിത്രത്തിന് അനുയോജ്യമായ വരി എടുത്ത് എഴുതണം. അതിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും എഴുതണം. അറിയാലോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ഒരേ പഴങ്ങൾ കൊണ്ടുവന്ന കൂട്ടുകാരെ തമ്മിൽ വരച്ച് യോജിപ്പിക്കൂ. ഒരേ പഴങ്ങൾക്ക് ഒരേ നിറം നൽകൂ. ഒരേ പഴങ്ങൾ കൊണ്ടുവന്നതാരാ? ആന എന്താ കൊണ്ടുവന്നേ? ബനാന. ബനാന കൊണ്ടുവരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഡീർ. ഇപ്പോൾ ഡീറുമായിട്ട് വരച്ച് യോജിപ്പിച്ചു. പാരറ്റിന്റെ കയ്യിൽ എന്താണ്? ആപ്പിൾ. ആപ്പിൾ കൊണ്ടുവന്ന വേറെ ആരുണ്ട്? പീകോക്ക്. അവ തമ്മിൽ വരച്ച് യോജിപ്പിച്ചു. റാബിറ്റിന്റെ കയ്യിൽ എന്താ? മാംഗോ. മാംഗോ കൊണ്ടുവന്ന ആരാ? ബെയർ. അപ്പോൾ അതും വരച്ച് യോജിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തു, ഒരേ പഴങ്ങൾ കൊണ്ടുവന്നവരെ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. രണ്ടാമത്, ഒരേ പഴങ്ങൾക്ക് ഒരേ നിറം. ബനാന. ബനാനയ്ക്ക് യെല്ലോ കളർ കൊടുത്താൽ ഇവിടുത്തെ ബനാനയ്ക്കും യെല്ലോ കളർ. ഇവിടെ ആപ്പിളിന് റെഡ് കളർ കൊടുത്താൽ ഇവിടുത്തെ ആപ്പിളിനും റെഡ് കളർ, ചുവപ്പ് നിറം. മാംഗോയ്ക്ക് മഞ്ഞ നിറം കൊടുത്താൽ ഇവിടുത്തെ മാങ്ങകൾക്ക് മഞ്ഞ നിറം. അങ്ങനെ ഒരേ നിറം കൊടുക്കണം. അടുത്ത ചോദ്യം, ആകെ ആപ്പിൾ. ആകെ ആപ്പിൾ എത്രയാ? 1, 2. 2 പ്ലസ് 1, 2, 3. 3 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 2 പ്ലസ് 3 എത്രയാ? 1, 2, 3, 4, 5. അപ്പോൾ 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5. ആകെ മാമ്പഴം. മാമ്പഴം എത്രയുണ്ട്? റാബിറ്റിൻ്റെ കയ്യിൽ 1. 1 പ്ലസ് ബെയറിൻ്റെ കയ്യിൽ 2. 1, 2. അപ്പോൾ 1, 2, 3. അപ്പോൾ 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3. വാഴപ്പഴം എത്രയുണ്ട്? വാഴപ്പഴം എലിഫന്റിന്റെ കയ്യിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5. 5 പ്ലസ് 1, 2, 3. 5 പ്ലസ് 3 എത്രയാ? 5 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 8. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട് അറിയാലോ? ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സുബ്ബു കരടി കൊടുത്ത ചേനയും മത്തനും കടക്കാരൻ എണ്ണി നോക്കി. ആകെ 18 എണ്ണം. എങ്കിൽ ഓരോന്നും എത്രയൊക്കെ വീതമാകാം? 18 എന്നത് നമ്മൾ പല രീതികളിൽ എഴുതണം. 10 പ്ലസ് 10 പ്ലസ് 8, 18. 15 പ്ലസ് 3, 18. 17 പ്ലസ് 1, 18. 9 പ്ലസ് 9, 18. 12 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 18. 18 നമ്മൾ പല രീതിയിൽ എഴുതി. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എഴുതാം? ടീച്ചർ ഇവിടെ 18 വര ഇങ്ങനെ വരച്ചു, അല്ലെങ്കിൽ 18 സ്റ്റിക്സ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് 18 ഉണ്ട് കേട്ടോ. 10 നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ടീച്ചർ ഇവിടെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് 10 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 18. ഇത്രയും ടീച്ചർ സെലക്ട് ചെയ്താലോ? 17 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 18. ഇവിടെ 2 സെലക്ട് ചെയ്താലോ? 2 പ്ലസ് ബാക്കിയുള്ളത് 16. 2 പ്ലസ് 16 ഈക്വൽ ടു 18. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12. 12 പ്ലസ് 6 ഈക്വൽ ടു 18. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മിഡിൽ തന്നിട്ടുള്ള അത്രയും വര വരയ്ക്കുക. ഇവിടെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇവിടെ അതുപോലെ 17 പ്ലസ് 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 17, ഇത്രയും 17 ഉണ്ട്. 17 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 18. 8 നടുക്കുള്ള നമ്പർ അത്രയും വരയ്ക്കുക. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത്രയും സെലക്ട് ചെയ്ത് പ്ലസ് ഇത്
മനസ്സിലായല്ലോ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും.